തൃശ്ശൂരിൽ പൂരമേ ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടുള്ളൂ. വെടിക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് പൂരം തന്നെയാണ്. ഇത്തവണത്തെ പൂരം നടത്തിപ്പ്. പൂരത്തിലെ പോലീസ് ഇടപെടൽ മുഖ്യ വിഷയമാക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. ഈ കരിമരുന്ന് പ്രയോഗങ്ങൾക്കിടെ പോലീസ് തലപ്പത്ത് നടത്തിയ കുടമാറ്റം കൊണ്ടാണ് LDF പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നത്. തൃശൂർ പൂരത്തിന്റെ ക്രൗഡ് മാനേജ്മെന്റിൽ പോലീസിനുണ്ടായ വീഴ്ച LDFനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിഹരിക്കുന്നതിന് ഇക്കുറി പൂര ഒരുക്കങ്ങളിൽ തന്നെ നടന്നത് നിരവധി ചർച്ചകളാണ്. പക്ഷേ പൂരവിളംബരത്തിന് പിന്നാലെ എല്ലാം പഴയപടിയായി. അക്ഷരാർത്ഥത്തിൽ നിയന്ത്രണങ്ങളിൽ വീർപ്പുമുട്ടി ജനം. ഇലഞ്ഞിത്തറമേളത്തിനും തെക്കൂട്ടിറക്കത്തിനും കുടമാറ്റത്തിനും ഇടയിലെല്ലാം പോലീസും സംഘാടകരും തമ്മിൽ പലകുറി അസ്വാരസ്യങ്ങളുണ്ടായി. പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയതിന് കാരണം രാത്രി 11 മണിയോടെ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. രാത്രി മഠത്തിൽ വരവിന്റെ ഭാഗമായെത്തിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകളെ ബാരിക്കേഡിന് നടുവിലൂടെയാണ് കടത്തിവിട്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒപ്പമുണ്ടായിരുന്നവരെ റോഡിൽ തടഞ്ഞു. തിരുവമ്പാടി ദേവസ്വം ഇത് ചോദ്യം ചെയ്തതോടെ പോലീസ് ലാത്തി വീശി. ഒപ്പം വെടിക്കെട്ടിന് സഹായികളായി നിന്ന കമ്മിറ്റി ഭാരവാഹികളെയും ഒഴിപ്പിച്ചു. ഇതോടെയാണ് വെടിക്കെട്ട് തന്നെ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് തിരുവമ്പാടി എത്തിയത്. 4 മണിക്ക് ഞങ്ങൾക്ക് വെടിക്കെട്ട് നടത്തേണ്ടതാണ്. 4 മണിക്ക് വെടിക്കെട്ട് നടത്തേണ്ട ഞങ്ങൾക്ക് 2 മണി വരെ ഞങ്ങൾക്ക് തുറന്നു തരാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് പൂരം നടത്താൻ. ഇത്തരം ഒരു സന്ദർഭം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. വെടിക്കെട്ട് നിർത്തിവെച്ചതിൽ രാഷ്ട്രീയം മനസ്സിലാക്കിയ ബി.ജെ.പി കൃത്യമായി കരിക്കൾ നീക്കി. RSS നേതാവ് വത്സൻ തെല്ലങ്കേരി, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവർ നേരിട്ട് തിരുവമ്പാടിയിലെത്തി. അപകടം മണത്ത LDF മന്ത്രി കെ രാജനെയും VS സുനിൽകുമാറിനെയും നേരിട്ടിറക്കി. ഇരുവരും ശ്രീമൂലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് മുടങ്ങിപ്പോയ വെടിക്കെട്ട് 7 മണിയോടെ നടത്തി. പക്ഷേ നേരം പുലർന്നത് വെടിക്കെട്ടിന്റെ ശോഭ തന്നെ കെടുത്തി. ഒപ്പം പൂരം തകർത്തത് പോലീസ് എന്ന പഴിയും. പോലീസ് നടപടിയിൽ കടുത്ത പ്രതിഷേധമുയർന്നതോടെ മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ചു. LDFനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് UDFും ബി.ജെ.പിയും വിഷയം സജീവമാക്കിയതോടെ VS സുനിൽകുമാർ ഫേസ്ബുക്ക് ലൈവിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കുണ്ടായ മുറിപ്പാടുണക്കാൻ ഒരു നടപടിയും ഫലപ്രാപ്തിയിലെത്തിയില്ല. പിന്നാലെ പോലീസ് നടപടിയെ മുഖ്യമന്ത്രി തന്നെ തള്ളി. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കും അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. പക്ഷേ സ്ഥലം മാറ്റം കൊണ്ട് അവസാനിപ്പിക്കാനാവില്ല പോലീസിന് എതിരായ നടപടി എന്നാണ് UDFന്റെയും ബി.ജെ.പിയുടെയും വാദം. കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിനറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. വിഷയം തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാക്കാനാണ് ഇരു മുന്നണികളുടെയും നീക്കം. ഗുരുവായൂർ, തൃശൂർ, ഒല്ലൂർ, മണലൂർ മണ്ഡലങ്ങളിൽ പൂരവിവാദം ഒരുപോലെ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പിയും UDFും. വിഷയത്തിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിനൊപ്പം ബി.ജെ.പി ബന്ധമാരോപിച്ച് LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് UDF നീക്കം. തൃശൂരിലെ പോലീസ് നടപടിയെ LDF സ്ഥാനാർത്ഥി എന്നുവേണ്ട മുഖ്യമന്ത്രിയും പാർട്ടിയും ഒന്നടങ്കം തള്ളിപ്പറയുകയാണ്. മുടങ്ങിപ്പോയ വെടിക്കെട്ട് നടത്താനായത് മന്ത്രിയുടെയും തന്റെയും നേട്ടമെന്നാണ് VS സുനിൽകുമാറിന്റെ വാദം. പോലീസിനെ തള്ളിപ്പറഞ്ഞും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയും പൂരവിവാദം മറികടക്കാനാണ് LDF നീക്കം. തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. വിജയകുമാർ, എന്തായാലും ഈ രാത്രി പൂരം കുളമായത് എന്തായാലും അവിടുത്തെ ആൾക്കാരെ, പ്രത്യേകിച്ചും പൂരപ്രേമികളെയൊക്കെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതെ, അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ പൂരപ്രേമികളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. പൂരമേ ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടുള്ളൂ, വെടിക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതെ, പക്ഷേ ഈ പോലീസ് തലപ്പത്തെ കുടമാറ്റം അതുകൂടി ഉണ്ടല്ലോ, അത് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.